ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇൻ തജ്തനിബൂ കബായിറ മാ തൻഹൂന അൻഹു നുകഫിർ അൻകും സയ്യാതികും വനുദ്ഖിലുകും മദ്ഖലൻ കരീമാ. റബ്ബി ശറഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിൽ ഇതുവരെയും നോമ്പനുഷ്ഠിക്കാൻ തൗഫീഖ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മളെ കൂടെ നോമ്പെടുത്തവർ പലരും നമ്മളിൽ നിന്നിട്ട് ഈ ഭൂമിയുടെ ഉൾഭാഗത്തേക്ക് ഉൾവളിഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പിൻ്റെ എല്ലാ ദിവസങ്ങളെയും പരിപൂർണമായിട്ട് അള്ളാഹുവിന് സമർപ്പിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, മഹ്ശറയിൽ നമ്മൾ പറയുന്നൊരു വാക്ക് പരിശുദ്ധ ഖുർആനിലുണ്ട്. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. ഞാനായിരുന്നെങ്കിൽ നാളെ മഹ്ശറയിൽ അള്ളാഹുവിൻ്റെ വിചാരണ ശിക്ഷകൾ കാണുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിലാപിക്കുന്ന ഒരു രംഗം പരിശുദ്ധ ഖുർആനിലുണ്ട്. നമുക്ക് ഈ റമളാനിലും അല്ലാത്ത അവസരത്തിലും അള്ളാഹു ആരാധനകൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ കുറേ ആരാധനകൾ അള്ളാഹു അർപ്പിക്കുന്ന കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്? അള്ളാഹു അതുകൊണ്ടിട്ട ഉദ്ദേശം നമ്മളെ സാംശീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ നോട്ടങ്ങളിൽ നമുക്ക് പിഴവ് പറ്റാറുണ്ട്, നമുക്ക് തെറ്റ് പറ്റാറുണ്ട്. നമ്മൾ അതിനെ അള്ളാഹു കൽപ്പിക്കാത്ത മാർഗത്തിലൂടെ സഞ്ചരിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. ഈ ചിന്തകളിൽ നിന്നിട്ടും ഈ പാപപ്പിഴകളിൽ നിന്നിട്ടും പാപങ്ങളിൽ നിന്നിട്ടും സുരക്ഷിതരായിരിക്കുന്ന ഒരു മനുഷ്യനെ അതിൻ്റെ സമ്പൂർണതയിൽ നിലനിർത്തുക എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനിൻ്റെയും വേദഗ്രന്ഥത്തിൻ്റെയും അതുപോലെ തന്നെ ആരാധനകളുടെയും ഉദ്ദേശം. അള്ളാഹുവിൻ്റെ റസൂല് ഒരിക്കൽ പറയുകയുണ്ടായി, അസ്സലാത്തുൽ ഖംസ് അൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി വറമളാനു ഇല റമളാനി മുകഫറാത്തുൻ ലിമാ ബൈനഹിന്ന ഇജ്തനബത്തുൽ ഖബായിർ. അസ്സലാത്തുൽ ഖംസ്, ഒരു നമസ്കാരം മറ്റൊരു നമസ്കാരം വരെ, അങ്ങനെ 5 നേരത്തുള്ള നമസ്കാരം 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമസ്കരിക്കുന്ന 5 നേരമുള്ള നമസ്കാരം. അതുപോലെ തന്നെ ഒരു ജുമുഅത്തു ഇലൽ ജുമുഅത്തി, ഒരു ജുമുഅയിൽ നിന്ന് മറ്റൊരു ജുമുഅയിലേക്കുള്ള ആ ദൂരം. ഒരു റമളാനി ഇല റമളാനി, ഒരു റമളാനിൽ നിന്ന് മറ്റൊരു റമളാനിലേക്ക് ദൂരം. മുകഫറാത്തും, നിങ്ങളെ മായ്ച്ചു കളയുന്നതാണ്. ലിമാ ബൈനഹുമാ, നിങ്ങൾ അതിൻ്റെ ഇടയിൽ ചെയ്തതായിരിക്കുന്ന പാവങ്ങൾ, പാപമോശങ്ങൾ, നിങ്ങളെ കണ്ണുകൊണ്ട്, നിങ്ങളെ കൈ കൊണ്ടിട്ട്, നിങ്ങളെ കാല് കൊണ്ടിട്ട്, നിങ്ങളെ നാവ് കൊണ്ടിട്ട് നിങ്ങൾ ചെയ്തത്, നിങ്ങൾ നോക്കിയത്, അങ്ങനെയുള്ള എല്ലാ പാവങ്ങളെയും അള്ളാഹു മായ്ച്ചു കളയുന്നതാണ്. ഇദജിത്തനിബത്തുൽ കബായിർ, അള്ളാഹു പറഞ്ഞ വൻദോഷങ്ങളിൽ നിന്നിട്ട് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ വന്നുപോയ ഇത്ര ചെറുദോഷങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് എന്താക്കും? മാഫാക്കി തരും. ഖുർആനിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വൈൻ തജിത്തനിബുൽ കബായിറ മാ തൻഹൂന അൻഹു, ഞാൻ പറഞ്ഞ വൻപാവങ്ങളിൽ നിന്നിട്ട് നിങ്ങൾ ദൂരമാവുകയും അതുപോലെ തന്നെ നുകഫിർ അൻകും, അങ്ങനെ ആ വൻപാവങ്ങളിൽ നിന്നിട്ട് നിങ്ങൾ ദൂരമായാൽ നിങ്ങൾക്ക് ഞാൻ പുറത്തു തരികയും സയ്യാത്തുക്കും, നിങ്ങളുടെ ചെറിയ ദോഷങ്ങൾ മുഴുവനും, വനുദ്ഖിലുക്കും, നിങ്ങളെ പ്രവേശിക്കുകയും ചെയ്യും, മദ്ഖലൻ കരീമ, മഹത്തായിരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളെ പ്രവേശിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ കൽപ്പന വസല്ലം മറ്റൊരിക്കൽ പറയുകയുണ്ടായി, ദിവസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ഒരു നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അവന്റെ മുഖത്തിനെ അള്ളാഹു ദൂരമാക്കും. ബിദാലിക്കൽ യൗമി, ആ ഒരു ദിവസം കാരണം കൊണ്ടിട്ട്, അനിന്നാരി, നരകത്തിൽ നിന്ന് 70 ഖരീഫൻ, ഒരാള്
70 കൊല്ലം നടന്നു പോയാൽ, ഒരിക്കലും യാത്ര ചെയ്താൽ ഏത് സ്ഥലത്തെത്തുമോ അത്രയും ദൂരം ഒരു ദിവസം നിങ്ങൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് നിങ്ങളെ ദൂരെയാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ലൈസ സിയാമു ഫിൽ അക്ലി വശ്റബി വഇന്നമ സിയാമു ഫിൽ ലഗ്ബി വറഫസി. ഭക്ഷണം ഉപേക്ഷിക്കുന്നതും കുടിനീര് ഉപേക്ഷിക്കുന്നത് അല്ല നോമ്പ്. ഇന്നമ സിയാമു, തീർച്ചയായിട്ടും നോമ്പ്, ഫിൽ ലഗ്ബി വറഫസി. നമ്മളുടെ തമാശകളും നമ്മളെ തടീച്ചകളെയും നമ്മുടെ മോഹങ്ങളെയും ഉപേക്ഷിക്കുന്നതിലാണ് നോമ്പ് എന്നുള്ളത്. അപ്പം നോമ്പിന്റെ മജ്ജ, നോമ്പിന്റെ ഏറ്റവും സത്ത അതിലാണ്. ഭക്ഷണം ഉപേക്ഷിക്കുന്നതല്ല, ഭക്ഷണം ഉപേക്ഷിക്കുക അതുപോലെ തന്നെ കുടിനീര് ഉപേക്ഷിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. പക്ഷെ അതിലല്ല നോമ്പ്. നോമ്പ് ഏതിലാണ്? അതിൻ്റെ ഏറ്റവും ഉന്നതമായ പദവി അത് നിങ്ങളെ കളി തമാശ ഉപേക്ഷിക്കുക, നിങ്ങളുടെ മോഹങ്ങളെ നിങ്ങൾ നിർത്തിവെക്കുക, അതിലാണ് നോമ്പ് എന്ന്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയാണ് റുബ്ബ സായിമിൻ, എത്ര നോമ്പുകാരാണ് ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ല ജൂ', അവർക്ക് നോമ്പ് കൊണ്ട് വിശക്കുക എന്നല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. വറുബ്ബ ഖായിമിൻ, എത്ര രാത്രി നമസ്കാരക്കാരാണ് ലൈസ ലഹു മിൻ ഖിയാമിഹി, അവരുടെ നമസ്കാരം കൊണ്ടില്ല ഇല്ല ശുഹ്റ, ഉറക്കൊയ്ക്കുക എന്നുള്ളത്. നമ്മൾ ഉറക്കൊയ്ക്കലില്ലല്ലോ, നമ്മൾ അരഘണ്ടയിൽ തറാവീഹ് നമസ്കാരം എന്താക്കും, പൂർത്തിയാക്കും, അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ. മുൻകാലത്ത് അങ്ങനെയല്ല, രാത്രി മുഴുവനും നമസ്കരിക്കുമായിരുന്നു. 1-2 മണിക്കൂർ മാത്രമേ ബാക്കി വെക്കുള്ളൂ, ബാക്കി എല്ലാ സമയം നമസ്കരിക്കുമായിരുന്നു. ആ നമസ്കാരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, എത്ര നമസ്കാരക്കാരാണ് അവരെ ഉറക്കം ഉപേക്ഷിച്ചെന്നല്ലാതെ കൊണ്ടൊരു പ്രയോജനമില്ല. എന്ത് വേണം? അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങണം, അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ മടങ്ങണം. നമ്മളെ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർളി മിൻഹാ അർബഅത്തുൻ ഹുറൂം. ഭൂമിയും ആകാശത്തെയും പടച്ച കാലം മുതലേ ഈ പ്രപഞ്ചത്തിന് ഒരു വർഷത്തിന് 12 മാസം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല, പാത്രം കണ്ടുപിടിച്ചതല്ല. ലോകമുണ്ടായത് മുതൽ 12 മാസമായിരുന്നു. മിൻഹാ അർബഅത്തുൻ ഹുറൂം, അതിൽ 4 മാസം പവിത്രമായതാണ്. അതേതല്ല, അത് ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം, പിന്നെ റജബ് മാസവുമാണ്. അതിൽ റമദാനില്ല. റമദാനിൽ എപ്പോഴാണ് നമുക്ക് പവിത്രമായത്? റമദാനിൽ നമുക്ക് പവിത്രമായത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയപ്പോഴാണ്. അതെപ്പോഴാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ താമസിക്കുമ്പോൾ അതിന്റെ ഒരു രാത്രിയിൽ ഇഖ്റ ബിസ്മി എന്ന സൂറത്ത് ഇറങ്ങിയത്. അന്ന് മുതലാണ് റമദാനിലുള്ളതായിരിക്കുന്ന പവിത്ര. അതാണ് പറഞ്ഞത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആന ഹുദൽ ലിന്നാസ്. റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ഖുർആൻ ഇറങ്ങിയത് റമദാൻ മാസത്തിലാണ്. ഖുർആൻ ഇറങ്ങിയത് കൊണ്ടിട്ടാണ് നോമ്പ് നമുക്ക് നിർബന്ധമായത്. ഖുർആനാണ് ഒന്നാമത്തെ ചാൻസ്. നമ്മൾ ഖുർആനല്ല, നോമ്പിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കും. നോമ്പിന് ധാരാളം ചെയ്യും, ഖുർആന് നമ്മൾ മറന്നുപോകും. ഖുർആനിലേക്ക് നമ്മൾ മടങ്ങി വരണം ഓരോരുത്തരും. കാരണം ഖുർആൻ ഈ ആയത്തില്, ഞാൻ ഓതി വെച്ച സൂറത്തുൽ ബഖറയിലുള്ള ആയത്തില് ഈ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ് ഹുദൽ ലിന്നാസ്, നിങ്ങൾക്ക് സന്മാർഗമായിട്ട്. സന്മാർഗം സിദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? തൗഹീദ് ഉണ്ടാവണം, ഖുർആനിലേക്ക് മടങ്ങണം, ഖുർആൻ വായിക്കണം, ഖുർആൻ പഠിക്കണം, ഖുർആനെ കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ ചെയ്താലേ നമുക്ക് എന്താക്കാൻ സാധിക്കും? വിജയിക്കാൻ സാധിക്കുള്ളൂ. റുബ്ബ സായിമിൻ, അതുകൊണ്ടാണ് പറഞ്ഞത് എത്ര നോമ്പുകാരാണ് ലൈസ ലഹു മിൻ സിയാമി ഇല്ലൽ ജൂ'. ഖുർആനിനെ ഉൾക്കൊള്ളാതെ കൊണ്ടിട്ട്, നോമ്പ് ഉൾക്കൊണ്ടത് കൊണ്ടിട്ട് നിങ്ങൾക്ക് വിശപ്പ് സഹിക്കേണ്ട വന്നല്ലാതെ കണ്ടിട്ട് മറ്റൊരു പ്രയോജനം അതുകൊണ്ടില്ല. അതാണ് പറഞ്ഞത്. അപ്പൊ റമദാൻ വന്നത് എങ്ങനെയാണ്? ഈ ഖുർആൻ അവതരിപ്പിച്ചത് കൊണ്ടിട്ടാണ്. ഈ ഖുർആനാണ് ഏറ്റവും മഹത്തായിരിക്കുന്ന ഖുർആൻ, ഏറ്റവും മഹത്തായിരിക്കുന്ന. അതാണ്, അതിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. നോക്കൂ സഹോദരന്മാരെ, നിങ്ങൾ എൻ്റെ മുമ്പിൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ റമദാൻ ആയതിന്റെ ശേഷം എത്ര ഖുർആൻ ആയത്ത് പഠിച്ചിട്ടുണ്ട്? എത്ര ഖുർആൻ ആയത്തിന്റെ ആദർശം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത നിങ്ങൾ പകർത്തിയിട്ടുണ്ട്? ചിന്തിച്ച് നോക്കുക. സഅദ് ഇബ്നു ഹിസാം ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു
അദ്ദേഹം സാബിയല്ല, അദ്ദേഹം താബിയാണ്, റസൂലിനെ കണ്ടിട്ടില്ല. അദ്ദേഹം ഒരു ദിവസം മദീനയിലേക്ക് വന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കണ്ടു, ധാരാളം സംസാരിച്ചു. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, യാ ഉമ്മുൽ മുഅ്മിനീൻ, ഏ ഉമ്മുൽ മുഅ്മിനീനെ, ഇബ്ബിനി അൻ ഖുൽഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് നിങ്ങൾ റസൂലിന്റെ സ്വഭാവത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുക എന്ന് ചോദിച്ചു. അപ്പം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അലസ്തുൽ ഖുർആൻ അലസ്തു തഖറഉൽ ഖുർആന, ഏ മോനെ, നീ ഖുർആൻ ഓതാറില്ലേ? ഉണ്ട്, ഞാൻ ഖുർആൻ ഓതലുണ്ട്. ഖുൽതു ബല, ഞാൻ ഖുർആൻ ഓതലുണ്ട്. ഖാലത്ത്, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫഇന്ന ഖുൽഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാനൽ ഖുർആന, ഖുർആനിൽ ഉള്ളതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടെങ്കിലും പ്രത്യേകമായ സ്നേഹം കാട്ടിയിട്ടുണ്ടോ? ആരോടെങ്കിലും സ്നേഹക്കുറവ് കാട്ടിയിട്ടുണ്ടോ? ആരോടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയർത്ത് സംസാരിച്ചിട്ടുണ്ടോ? മഹാനായിരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു 10 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേവനം ചെയ്ത ആളാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ 10 വർഷക്കാലം റസൂലിന്റെ കൂടെ താമസിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും നീ എന്തിനാ മോനെ അത് ചെയ്തത് എന്ന് റസൂൽ എന്നോട് ചോദിച്ചിട്ടില്ല. നീ അത് ചെയ്യണ്ട മോനെ എന്ന് റസൂൽ എന്നോട് പറഞ്ഞിട്ടില്ല. നീ അത് ചെയ്തത് മോശമായി പോയി എന്ന് റസൂൽ എന്നോട് പറഞ്ഞിട്ടില്ല. റസൂലിന്റെ സ്വഭാവം അതാണ്. ഖുർആനിലുള്ളതുപോലെ നമ്മൾ പറയും ഞങ്ങൾ സലഫികളാണെന്നുള്ളത്. ഞങ്ങൾ സലഫികളാണ്, ഞങ്ങൾ ഖുർആനിന്റെ അനുസരിച്ചാണ്. സലഫി എവിടെയുള്ളൂ? താടിയിലും നിസ്കാരത്തിലും മാത്രം. നമ്മൾ ഏതെ കറക്റ്റുള്ളൂ? നിസ്കാരവും താടിയും മാത്രം. ബാക്കി നമ്മളെ പുരയിൽ സലഫിസമില്ല, നമ്മളെ സംസാരത്തിൽ സലഫിസമില്ല, നമ്മളെ ജീവിതത്തിൽ സംസാരമില്ല, സലഫിസമില്ല, കച്ചവടത്തിൽ സലഫിസമില്ല. പുരയിൽ ഭാര്യയുമായിട്ട് ജീവിക്കുന്നതിൽ, മക്കളുമായിട്ട് ഇടപെടുന്നതിൽ ഒന്നിലും എന്തില്ല? സലഫിസമില്ല. കാരണം നമ്മളിലിട്ടുള്ള പലരെയും മക്കളെ നമുക്ക് കാണാൻ സാധിക്കും ഖുർആനിനെതിരായിട്ട് ജീവിക്കുന്നത്, സുന്നത്തിന് എതിരായിട്ട് ജീവിക്കുന്നത്, നമ്മൾ പറഞ്ഞത് അനുസരിക്കാത്ത. എന്താ കാരണം? നമ്മളിൽ ഖുർആനില്ല, നമ്മളെ വീട്ടിൽ ഖുർആനില്ല, നമ്മളെ ചുറ്റുഭാഗത്തിൽ ഖുർആനില്ല. നമ്മൾ വരുമ്പോൾ പള്ളിയിലേക്ക് നമ്മളെ മകനെ കൂട്ടിയിട്ട് വരില്ല, നമ്മളെ ഭാര്യനെ കൂട്ടിയിട്ട് വരില്ല. പള്ളിയിൽ നിങ്ങൾ നിസ്കരിക്കാൻ വരും. നിങ്ങൾ എത്ര ആളെ ഭാര്യന്മാർ വന്നിട്ടുണ്ട്? നിങ്ങൾ പറയും പള്ളിയിൽ നിങ്ങൾ വാഴ്ന്നു കേൾക്കാൻ വരും. നിങ്ങൾ എത്ര ഭാര്യന്മാരെ വാഴ്ന്നു കേൾക്കാൻ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്? എവിടെ നിന്നാണ് അവർ ഖുർആൻ പഠിക്കേണ്ടത്? എവിടെ നിന്നാണ് അവർ സുന്നത്ത് പഠിക്കേണ്ടത്? ഈ പള്ളിയിൽ നിന്നല്ലേ. നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പരയിൽ കാത്തിരിക്കുകയാണ്. അവർക്ക് ഖുർആനില്ല, അവർ വാഴ്ന്നു കേൾക്കുന്നില്ല, ആ കുട്ടികളും കേൾക്കുന്നില്ല. നമ്മൾ നശിച്ചു പോകുന്നത് അവയാണ്. നമ്മളെ ഹിംബാലിക്കുന്നവരായിരിക്കണം കുട്ടികളും നമ്മളെ കുടുംബവും. അപ്പോൾ മാത്രമേ നമ്മൾക്ക് സ്വർഗ്ഗത്തിൽ കൊടുക്കാൻ സാധിക്കുള്ളൂ. നിങ്ങളെ കൂടെ നിങ്ങളെ ഭാര്യയ്ക്ക് എത്ര കഷ്ടമുണ്ടായിരുന്നു, അങ്ങ് എത്ര പ്രയാസപ്പെടുന്നു. ഭാര്യയ്ക്ക് സുഖമില്ലെങ്കിലും അല്ലെ, ഭാര്യയ്ക്ക് സുഖമില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉറക്കില്ല അല്ലെ. നമ്മളെ കൺമണി, നമ്മളെ ജീവിതത്തിൽ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട്, നാളെ മഹേശ്വരയില് മക്കൾ നമ്മളെ കൂടെ ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ സ്വർഗ്ഗത്തിലും മക്കൾ നരകത്തിലും, നമ്മൾ സ്വർഗ്ഗത്തിലും നമ്മളെ ഭാര്യ നരകത്തിലും. എന്തായിരിക്കും നമ്മളെ അവസ്ഥ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ കേൾക്കുന്ന ഈ ഖുർആനിന്റെ വിവേചനം അവർക്കും കേൾക്കണ്ടേ? നിങ്ങൾ നമസ്കരിക്കുന്ന സുന്നത്ത് അവർക്കും കിട്ടണ്ടേ? നിങ്ങളത് ചെയ്യാറില്ല. അപ്പം ഖുർആനിലേക്ക് നമ്മൾ മടങ്ങി വരണം സഹോദരന്മാരെ. അപ്പോൾ ഖുർആനാണ് ഈ ഹദീസിനെ വിവരിച്ചു കൊണ്ടിട്ട്, ഖുർആനാണ് റസൂലിന്റെ സ്വഭാവം എന്ന് പറഞ്ഞല്ലോ. ഈ ഹദീസിനെ വിവരിച്ചു കൊണ്ടിട്ട് മഹാനായിരിക്കുന്ന, ഇത് മുസ്ലിമിലുള്ള ഹദീസാണ്. മുസ്ലിമിൽ 746 ഹദീസാണ്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മഅനാഹു, അതിന്റെ അർത്ഥം അൽ അമലു ബിഹി, നിങ്ങൾ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യലാണ്. വൽ വഖഫു ഇൻദ ഹുദൂദിഹി, ഒന്ന് ഖുർആൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ ചെയ്യാം. ഖുർആൻ എന്താണോ നിരോധിച്ചിട്ടുള്ളത് അത് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ടു നിൽക്കാം. ഖുർആൻ ചില കാര്യങ്ങൾക്ക് അതിരുപരമ്പ് വെച്ചിട്ടുണ്ട്, ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ആ നിബന്ധന അനുസരിച്ച്, ആ അതിരുപരമ്പ് അനുസരിച്ചിട്ട് നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക. ഖുർആനിന്റെ അദബ് കൊണ്ടിട്ട് ആ അദബ് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. അദബ് എന്ന് പറഞ്ഞാൽ മര്യാദ. ഉമ്മാനോട് കാട്ടിക്കേണ്ട മര്യാദ മക്കളോട് കാട്ടിക്കേണ്ട മര്യാദ ഉമ്മ. അതുപോലെ തന്നെ നാട്ടുകാരോട് കാട്ടിക്കേണ്ട മര്യാദ
ഉസ്താദിനോട് കാട്ടിക്കേണ്ട മര്യാദ, പ്രായമുള്ളവരോട് കാട്ടിക്കേണ്ട മര്യാദ, കുഞ്ഞുങ്ങളോട് കാട്ടിക്കേണ്ട മര്യാദ, അതിനെല്ലാം അദബ് എന്ന് പറയും. ആ അദബ് നിശ്ചയിച്ചിട്ടുണ്ട് ഖുർആൻ മനുഷ്യന്റെ ജീവിതത്തിൽ. അത് പാലിക്കാം. അതുപോലെ തന്നെ ഖുർആനിൽ എന്ത് കാണാൻ സാധിക്കും? ചില ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചില കഥകൾ പറയുന്ന കാണാൻ സാധിക്കും. ചില പ്രവാചകന്മാരെ വെറുതെ കഥകൾ പറയുകയല്ല, അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണം. ആ കഥയിൽ നിന്നിട്ട് നിങ്ങൾ ലെസൺ ഉൾക്കൊള്ളണം. ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുക. നമ്മൾ ഖുർആൻ ഓതാറുണ്ട് സാധാരണ. എത്ര ജ്യൂസായി? ഞാൻ 15 ജ്യൂസ് ഓതിയിട്ടായി. ഈ നോമ്പായ പിന്നെ 15 ജ്യൂസ് ഓതിയിട്ടായി. ഈ നോമ്പായ പിന്നെ 10 ജ്യൂസ് ഓതിയിട്ടായി. നല്ല പറയും നമ്മൾ ജ്യൂസ് അറിയാം നമ്മൾക്ക്. നമ്മൾ ഖുർആനിന്റെ ഏത് ആയത്തിനെ കുറിച്ചാണ് ചിന്തിച്ചിട്ടുള്ളത്? യുവാക്കളെ മനസ്സിലാക്കേണ്ട ഒരു സമയമാണ്. ഖുർആൻ നമ്മളിങ്ങനെ ഓതും, അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. നന്നായിട്ട് ഖുർആൻ പാരായണം ചെയ്യാം. നമുക്ക് ആയിരിക്കാം നന്നായിട്ട് ഖുർആൻ ഓതാൻ സാധിക്കാം. നമ്മൾ ഉസ്താദിന്റെ ഓത്ത് തറാവിയിൽ ഓതുമ്പോൾ കിട്ടും. നല്ല ഓത്തല്ലേ, നല്ല നേരം പോയതേ അറിയുന്നില്ല എന്ന് പറയും. നമുക്കെന്തൊക്കെ അറിയാം പറയുന്നത്? നമ്മൾക്ക് അങ്ങനെ ഓതാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതെല്ലാം ഖുർആനിന്റെ ഇബാദത്തിൽ പെട്ടതാണ്. ആയത്തിനെ കുറിച്ച് ചിന്തിക്കല്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞ്, യാ അബ്ദുല്ലാഹ് ഇഖ്റഉ ലിയൽ ഖുർആന, എനിക്ക് നീ ഒന്ന് ഖുർആൻ ഓതി തരണേ, എനിക്ക് ഒന്ന് ഖുർആൻ ഓതി തരണേ എന്ന് പറഞ്ഞു. എന്താണ് ഖുർആൻ ഓതി തരണം? അപ്പൊ അബ്ദുള്ള ചോദിച്ചു, അഖ്റഉൽ ഖുർആന യാ റസൂലുള്ളാഹ് ഫഇന്നൽ ഖുർആന ഖദ് അൻസൽത, നിങ്ങൾക്കല്ല ഖുർആൻ ഇറങ്ങിയത്, ഞാൻ നിങ്ങൾക്ക് എന്ത് ഖുർആൻ ഓതി തരാൻ? നിങ്ങൾക്കല്ലേ ആ ഖുർആൻ ഓതിയത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതസ്തഹി അൻ അസ്മഉ മിൻ ഗൈരി, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് ആ ഖുർആൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു. ആരാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വളരെ മെലിഞ്ഞ, നിങ്ങൾ ഒരാൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ അയാൾ വന്ന് നിന്നാൽ നിങ്ങളെ ഇരുന്നത്രയും നീളം ഉണ്ടാവുള്ളൂ. ഒരു വിരലോളം വന്ന കാല്, ഒരു വിരലോളം വലിപ്പമുള്ളതായിരിക്കുന്ന കൈ, അങ്ങനെയുള്ള ഒരാളാണ്. പക്ഷെ വലിയ പണ്ഡിതനാണ്, മഹാപണ്ഡിതനാണ്. അദ്ദേഹം ഖുർആൻ പണ്ഡിതനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിച്ച മനുഷ്യനാണ്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു അറാക്ക്, പല്ല് തേക്കുന്ന ഒരു മരത്തിന്റെ കൊമ്പ് മക്കത്തെല്ലാം കിട്ടുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് അറാക്ക് എന്ന് പറയും. അപ്പൊ അത് നബിക്ക് പല്ല് കേൾക്കാനില്ല. അപ്പൊ അറാക്കിന്റെ ഒരു ചെറിയ മരത്തിൽ അയാൾ കയറി, അതിന്റെ നല്ല കൊമ്പ് കട്ടിക്കാൻ വേണ്ടിയിട്ട്. ആ മരത്തിലേക്ക് കയറിയപ്പോ മരം ഇങ്ങനെ ആടാൻ തുടങ്ങി. അറാക്കിന്റെ മരം വലിയ മരമാവൂല. അതിലും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അതിൽ കയറിയിട്ടാകുമ്പോൾ കാറ്റ് വന്നു. അദ്ദേഹത്തിന്റെ തുണി നീങ്ങിപ്പോയപ്പോൾ അദ്ദേഹത്തിന്റെ കാല് കൂടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം കണ്ടു. അപ്പൊ ചിരിക്കാൻ തുടങ്ങി. ചെറിയ കാല് കാണുമ്പോൾ അത്ഭുതം, നമ്മൾക്കൊന്നും ഇല്ലാത്ത ഒരു കാര്യം പുറത്ത് കാണുമ്പോൾ നമുക്ക് ചിരി വരുമല്ലേ. അപ്പൊ ചിരിക്കാൻ തുടങ്ങി. അപ്പൊ റസൂൽ ചോദിച്ചു, മാ അൽഹഖുക്കും, നിങ്ങൾ എന്തിനാ ചിരിക്കുന്നു? നിങ്ങൾ അദ്ദേഹത്തിന്റെ കാല് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയോ? അദ്ദേഹത്തിന്റെ കാല് കണ്ടപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോയോ? വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. വല്ലദീ നഫ്സി ബിയദി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ, ഇന്നഹുമാ, ആ രണ്ട് കാലുകളും അസ്ഖലു യൗമൽ ഖിയാമത്തി മിൻ വഹദിൻ, അദ്ദേഹത്തിന്റെ രണ്ട് കാലുകള് വഹദ് മതയോളം തന്നെ മീസാനിൽ ഘനം തൂങ്ങും. നാളെ മഹ്ശറയില് നമ്മളെ അമലുകൾ തൂക്കി കണക്കാക്കുന്ന തുറാസുണ്ട്. അമലുകൾ തൂക്കിയിട്ട് കണക്കാക്കും. അതിലെ ഒരു അംശം, ഒരു അണുമണി തൂക്കം അധികം സൽക്കർമ്മം തൂങ്ങിയ അയാളെ സ്വർഗത്തിൽ പോകും. ഒരു അണുമണി തൂക്കം അമല് അതില് നമ്മളെ ദുർമാർഗം കണ്ണു തൂങ്ങിയ നമ്മളെ നരകത്ത് പോകും. അങ്ങനെ അമല് തൂക്കുന്ന ആ രംഗത്ത് മഹാനായിരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കാലുകൾക്ക് വഹദ് മലയേക്കാൾ പ്രബലം അദ്ദേഹത്തിന് ശക്തിയുണ്ട്. അദ്ദേഹത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അഖ്റു അലൈക്കൽ ഖുർആൻ, എന്റെ മോളെ എനിക്കൊന്ന് ഖുർആൻ ഓതി കേൾപ്പിക്കുക. അതസ്തഹി അൻ യസ്മഅ മിൻ ഗൈരിഹി, ഞാനല്ലാത്ത ആളുകളുടെ ഖുർആൻ ഞാൻ കേൾക്കുന്നു. അപ്പൊ അയാൾ തുടങ്ങി സൂറത്തുൻ നിസാ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് നന്നായിട്ട് ഖുർആൻ ഓതുന്ന ആളാണ്. കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങിപ്പോകും,
അത്ര നല്ല സൗണ്ടും മനോഹരമായിരിക്കുന്ന ആളാണ് അദ്ദേഹം. സൂറത്ത് നിസ്സാ ഇങ്ങനെ ഓതി 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 40-ാമത്തെ ആയത്തിലേക്ക് എത്തി. റസൂൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. 41-ാമത്തെ ആയത്ത് ഓതി فكيف إذا جئنا من كل أمة بشهيد وجئنا بك هؤلاء شهيدا. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പെര ചുമന്ന് തട്ടി ഹസ്ബുകൽ അംസിക യാ അബ്ദുല്ലാഹ് അംസിക ഹസ്ബുകല്ലാ, പിടിക്ക് നിർത്ത്, എനിക്ക് മതിയായി. റസൂലിന്റെ ശബ്ദം കേട്ടുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തോന്നി റസൂൽ കരയാണെന്ന് തോന്നി. അങ്ങനെ അയാൾ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കുമ്പോ ഫൈദാ ഐനാഹു തദ്രിബാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 കണ്ണിൽ നിന്നും ധാരധാരയായി നീർ ഒറ്റി വീഴുന്നു. എന്താ ആയത്തെന്ന് അറിയോ? ഫകൈഫ ഇദാ ജീനാ ബിക മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, എല്ലാ ഓരോ ഉമ്മത്തികൾക്കും നാളെ മഹ്ശറയിൽ അവരെ സാക്ഷിയാക്കി കൊണ്ടുവരും. ഓരോ പ്രവാചകനും അവരുടെ ഉമ്മത്തികൾക്ക് സാക്ഷിയായി. ഈസാ നബി അലൈഹി സ്വലാമിനോട് ചോദിക്കുന്ന സൂറത്ത് മാഇദയിലുണ്ടല്ലോ, ഇത് ഖാലല്ലാഹു യാ ഈസാ ഇബ്നു മറിയമ അൻത ഖുൽത ലിന്നാസി അത്തഖുദൂനി വ ഉമ്മി ഇലാഹൈനി, നിനക്കും നിന്റെ ഉമ്മാക്കും ആരാധിക്കാൻ വേണ്ടിയിട്ട് നീയാണോ ഈ ക്രിസ്ത്യാനികളോട് പറഞ്ഞത്? അതോ ചോദിക്കും. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം പറയും, ഞാൻ എന്താണോ പറഞ്ഞത് എന്നുള്ള ഖാല സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖൻ ഇൻ കുൻത ഖുൽതുഹു ഫഖദ് അലിംതുഹു. ഞാൻ നിയത്തൻ പരിശുദ്ധനാണ് റബ്ബേ, ഞാൻ ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയാം. ഭൂമിയിൽ നിന്ന് എന്നെ ഉയർത്തിയതിന്റെ ശേഷം ഞാനക്കറിയില്ല അവർ ഭൂമിയിൽ എന്താണ് ചെയ്തു കൂട്ടിയത് എന്നുള്ളത്, എനക്കറിയില്ല റബ്ബേ. അങ്ങനെ അപ്പോൾ അതിന്റെ ശേഷം അവരെ വിചാരണ എടുക്കും. നമ്മളെല്ലാവരെയും വിചാരണയ്ക്ക് ഒരുമിച്ച് കൂട്ടും. നമ്മളെ സാക്ഷികളായിരിക്കുന്ന റസൂലിനെ നമ്മൾക്ക് മുന്നിൽ കൊണ്ടുവരും. അപ്പോഴാണ് അള്ളാഹു ചോദിക്കുന്നു, എല്ലാ പ്രവാചകന്മാരെയും അവരെ ഉമ്മത്തുകൾക്ക് സാക്ഷിയായിട്ട് ഞാൻ കൊണ്ടുവരും. നിനക്ക് നിന്റെ ഉമ്മത്തികൾക്ക് സാക്ഷിയായിട്ട് നിന്നെ കൊണ്ടുവരുമ്പോൾ നിന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞത്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിന് കരച്ചു. എന്തായിരിക്കും അവസ്ഥ? എന്താണ് നാളെ മഹ്ശറിന്റെ അവസ്ഥ? നമ്മൾ കരയാറുണ്ടോ സഹോദരന്മാരെ? ഖുർആൻ ഓതിയിട്ട് കരയാറുണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും നമ്മളെ കുഞ്ഞോൾക്ക് ഭയങ്കര സുഖേട് വന്നാൽ കരയും, ഉമ്മക്ക് സുഖേട് വന്നാൽ കരയും, ഉപ്പ മരിച്ചു പോയാൽ കരയും, ജ്യേഷ്ഠനാര്യനോ മരിച്ചു പോയാൽ കരയും, നമ്മളെ നേതാവ് മരിച്ചു പോയാലും കരയും. ഖുർആൻ ഓതിയിട്ട് കരയുന്നവരാരുണ്ട്? പറയൂ, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുമ്പോൾ കരയും. എന്ന് മാത്രമല്ല, മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ അൻഫാലിൽ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. ഖുർആൻ അവർക്ക് ഓതി കേൾപ്പിച്ചു കേട്ടാൽ അവരുടെ ഹൃദയങ്ങൾ വിറവിറക്കും. വഇദാ തുലിയത് അലൈഹിം, അവർക്ക് ആയാത്ത് ഓതി കേൾക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാന, ഈമാൻ വർദ്ധിപ്പിക്കും. ഖുർആൻ ഇങ്ങനെ കേട്ടാൽ മുഅ്മിനീങ്ങൾക്ക് ഹൃദയത്തിന് കിടുകിടുക്കമുണ്ടാവും, പേടിയുണ്ടാവും. അതുപോലെ തന്നെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും. നമ്മൾ ആർക്കെങ്കിലും ഖുർആൻ ഓതുന്ന കേട്ടിട്ട് ഈമാൻ വർധനമുണ്ടാവുന്നുണ്ടോ? നമ്മൾക്ക് അവിടെ ഇരിക്കാൻ തോന്നുന്നുണ്ടോ? അവിടെ എണീച്ചു പോകണം തോന്നും അല്ലേ? നമ്മളെ പണി, നമ്മളെ തിരക്ക്, അത് നമ്മളെ ഈമാനിന്റെ മാറ്റിനെയാണ് ഉരക്കുന്നത്. നമ്മളെ ഈമാൻ പോരാ എന്നുള്ളതാണ്. നമ്മളെ ഈമാൻ ബാണം, അത്രമാത്രം ബാണം. മഹാനായിരിക്കുന്ന ഷഹീദ് കുത്തുബ്, അദ്ദേഹം ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ചക്കോസ്ലാവാക്യയിൽ, സയ്യിദ് കുത്തുബ് ചക്കോസ്ലാവാക്യയിലേക്ക് ഒരു യാത്ര ചെയ്യാണ്. ഈജിപ്തിൽ നിന്ന് ചക്കോസ്ലാവാക്യയിലേക്ക് പോവുകയാണ്. കപ്പലിൽ കുറച്ച് ഹിന്ദുക്കൾ, ചക്കോസ്ലാവാക്യയിലെ ക്രിസ്ത്യാനികളുമുണ്ട്, കുറച്ച് മുസ്ലിങ്ങളുമുണ്ട്. കപ്പലിൽ യാത്ര ചെയ്ത് ഒരു ദിവസം വെള്ളിയാഴ്ച വന്നു. അപ്പോൾ സയ്യിദ് കുത്തുബ് 20 മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, 23 മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. അവരെയും കൂട്ടിയിട്ട് അവിടെ ജുമാ നമസ്കരിച്ചു ആ കപ്പലിൽ. ആദ്യത്തെ റക്അത്തിൽ അദ്ദേഹം എന്ന സൂറത്ത് ഓതി. രണ്ടാമത്തെ റക്അത്തിൽ ഹദീസുൽ ഗാശിയ എന്ന സൂറത്ത് ഓതി. അത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ
ഒരു പെൺകുട്ടി ചെക്കോസ്ലോവാക്യ ചെക്കുകാരത്തിയായിരിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു 10-19 വയസ്സുള്ള ഒരു പെൺകുട്ടി കരയാൻ തുടങ്ങി. കരഞ്ഞ് ഭയങ്കര ശബ്ദമുണ്ടായി. അദ്ദേഹത്തിന്റെ ഓത്തന്നെ തടസ്സപ്പെടുന്ന രീതിയിൽ കരയാൻ തുടങ്ങി. അങ്ങനെ ഖുർആൻ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സയ്യിദ് കുത്തുബ് ആളുകളും ആ കുട്ടി അവർ താമസിക്കുന്ന ആ ഫോർട്ടിലേക്ക്, ആ റൂമിലേക്ക് പോയി. എന്താ മോളെ കരഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞു, നിങ്ങൾ ഓതുന്ന കേട്ടപ്പോൾ എനക്കെന്തോ അത്ഭുതം തോന്നി, എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നത് പോലെ തോന്നി. എനിക്ക് അറബി ഭാഷ അറിയില്ല. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പേടി തോന്നി. സയ്യിദ് കുത്തുബും അങ്ങനെ തന്നെയാണ്, നന്നായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളാണ്. ആര് കേട്ടിരുന്നാലും അത് കേട്ടു നിന്ന് പോകും. അങ്ങനെയാണല്ലോ ചില ആളുകളുടെ ബാങ്ക് കേട്ടാൽ നമുക്ക് ഭയങ്കര സന്തോഷമാവും. ബാങ്കളുടെ പള്ളിയിലേക്ക് പോകും. ഖുർആൻ നന്നായിട്ട് ഓതുന്ന ഇമാമുണ്ട്, ആ പള്ളിയിലേക്ക് പോകും. സയ്യിദ് കുത്തുബിന്റെ ഓത്ത് അങ്ങനെയാണ്. ആ ഓത്ത് കേട്ടപ്പോൾ ആ പെൺകുട്ടിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ആ പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചു. കുറെ കാലം കഴിഞ്ഞിട്ട് സയ്യിദ് കുത്തുബിന്റെ അടുത്ത് വന്നിട്ടാണ് ആ പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് ലോകത്ത് ഒരു വലിയ പുരോഹിതൻ ഉണ്ടായിരുന്നു. മഹാനായിരിക്കുന്ന അമീറുൽ മോമിനീൻ ഉമർ ഇബ്നു ഖത്താബിന്റെ കാലത്ത്, റസൂലിന്റെ കാലത്തേ ഉണ്ട്. ഒരു പർവ്വതത്തിന്റെ മുകളിൽ, മദീനയിൽ നിന്നിട്ടും 200 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു പർവ്വതത്തിൽ ഒരു ഗുഹയിൽ അദ്ദേഹം താമസിച്ച് ഇബാദത്തെടുക്കാൻ, ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്ന പുരോഹിതൻ. ഒരു ദിവസം ഒരു യാത്രക്ക് വേണ്ടിയിട്ട് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു കുറച്ച് ആളുകളും ആ മലയുടെ ചെരുവിൽ കൂടി നടക്കാൻ തുടങ്ങി. കുതിരയുമായിട്ടാണ് നടക്കുന്നത്. അവിടെ എത്തിയപ്പോൾ കൂടെയുള്ള ഒരു സഹാബി പറഞ്ഞു, ആ മലയുടെ ആ കാണുന്ന ആ കല്ലിന്റെ അടിയിലാണ് ഒരു പുരോഹിതൻ ഇബാദത്ത് എടുക്കുന്നത് അല്ലാഹുവിന്, ക്രിസ്ത്യാനികൾ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റാഹിബ് യാ റാഹിബ് എന്ന് ഒച്ചത്തിൽ ചെവി കൊത്തിക്കൊണ്ടിട്ട് വിളിച്ചു. അദ്ദേഹം 2-3-4 പ്രാവശ്യം വിളിച്ചപ്പോൾ മെല്ലെ നോക്കി. പിന്നെ ആ പർവ്വതത്തിന്റെ മുകളിൽ ഇറങ്ങി വന്നിട്ട് അദ്ദേഹത്തിനെ കാണുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതാൻ തുടങ്ങി. എന്നിട്ട് കരയാൻ തുടങ്ങി. ഹല്ലതഹാക ഹദീസുൽ ഗാശിയ വജൂഹും യൗമൈദിൻ ഖാശിയത്തുൻ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ മരിയ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ. അവിടെ വരെ ഓതിയിട്ട് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. സഹാബികളെ ചോദിച്ചു, അയാളൊരു ക്രിസ്ത്യാനിയല്ലേ, അയാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാ അമീറുൽ മോമിനീൻ കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അമീറുൽ മോമിനീൻ പറഞ്ഞു, അദ്ദേഹം അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലേ ആ കല്ലിന്റെ അടിയിൽ ആ ചൂട് സഹിച്ചു കൊണ്ടിട്ട് ഇബാദത്ത് എടുക്കുന്നത്. ആ ഇബാദത്ത് നാളെ മഹ്ശറിൽ ഒരു കൂട്ടം ആളുകൾ വരുമ്പോൾ അവർ അധ്വാനിച്ചിട്ടുണ്ട്, നല്ലോണം ഇബാദത്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ അള്ളാഹു സ്വീകരിക്കൂല. അതെല്ലാം അള്ളാഹു നഷ്ടപ്പെടുത്തി കളയും. അദ്ദേഹത്തെ നരകത്തിലേക്ക് ആട്ടപ്പെടും. നമ്മളെ കൂട്ടത്തിലും അങ്ങനത്തെ ആളുകളുണ്ടാവും. അത് വിചാരിച്ചിട്ട് ഞാൻ കരഞ്ഞു പോയതാ. ഈ മനുഷ്യന്റെ അവസ്ഥ അതല്ലേ, നാളെ നരകത്തിലേക്ക് എത്തുമല്ലോ. എന്ത് കഷ്ടമാണ് അള്ളാഹുവിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ആ പർവ്വതത്തിന്റെ മുകളിൽ ഒറ്റയ്ക്കിരുന്ന് വാർത്തെടുക്കുന്നത് ഒരു പ്രയോജനമില്ലാതായി പോയില്ലേ. അതിന് വേണ്ടി ഞാൻ കരയുകയാണ്. മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ മഗ്രിബ് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒന്ന് നബി ടൗണിലല്ലോ പറഞ്ഞു, അവിടെയുള്ള വീടുകളിന്റെ വാതിൽ കൂടി എന്താ ചെയ്യുന്നെന്ന് ഇവർ പോകാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ അങ്ങ് സന്ദർശിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീട്ടിന്റെ പക്കത്ത് പോകുമ്പോൾ ഒരു വയസ്സായ മറുകത്തുന്ന അജൂസ കിളവി ഇങ്ങനെ ഓതുന്നു, അല്ലതഹാക ഹദീസുൽ ഗാശിയ വജൂഹും യൗമൈദിൻ ഖാശിയത്തുൻ ആമിലത്തുൻ നാസിബ ഹല്ലതഹാക ഹദീസുൽ ഗാശിയ. മുഹമ്മദ് നബിയെ, നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലേ ആ പേടിപ്പെടുത്തുന്ന സംഭവം, ആ മഹ്ശറയുടെ ആ സംഭവം നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലേ? ഇത് കേട്ടപ്പോ റസൂലിന്റെ കരച്ചിൽ വന്നു. കത് എന്ന് പറഞ്ഞിട്ട് റസൂൽ ഓടി വിടുന്നു. അത് കേട്ടിട്ട് നമ്മൾ എത്ര പ്രാവശ്യം കേൾക്കുന്നു? എല്ലാ വെള്ളിയാഴ്ച രാത്രിയും ഈ ആയത്ത് ഓതുന്നത് കേൾക്കാം. ഇമാമ് വെള്ളിയാഴ്ച രാത്രിയിൽ സബ്യസ്മാവും അതുപോലെ തന്നെ അല്ലത്താക്കാവും ഓതൽ സുന്നത്ത ഇമാം സാധാരണ ഓതും.
നമ്മൾ കേൾക്കും, നമുക്കതിൻ്റെ അർത്ഥം അറിയാം. നമ്മളടിക്ക് എല്ലാ ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ. നമുക്കെന്ത് പരിവർത്തനം ഉണ്ടായത്? ഖുർആൻ കേട്ടിട്ട് എന്ത് പരിവർത്തനം ഉണ്ടായത്? നമ്മൾ പറയാ ഞങ്ങൾ സലഫികളാ, ഖുർആനിന്റെ ആള്, ഞങ്ങൾ സുന്നത്തിന്റെ ആളുകളാ. എന്ത് പരിവർത്തനം ഉണ്ടായത്? ഞങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഖുർആൻ എന്ത് പരിവർത്തനമാണ് ഉണ്ടാക്കുന്നത്? നമ്മളെ ജീവിതത്തിൽ എന്ത് പരിവർത്തനമാണ് ആക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ഖുർആനിന്റെ പരിവർത്തനെ കുറിച്ച്? എന്താണ് നമ്മളെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ളത്? ഇന്ന് നമ്മളെല്ലാം ഭയങ്കര വെറുപ്പാ ഇവിടുത്തെ ഫാസിസ്റ്റുകൾ. എന്താ ഫാസിസ്റ്റുകൾക്ക് വലിയ വെറുപ്പാകാൻ കാരണം? ക്രിസ്ത്യാനികളുണ്ട്, ഹരിജൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇറാനിയൻസ് ഉണ്ട്, ധാരാളം മതക്കാരുടെ. മുസ്ലിങ്ങളോട് തന്നെ എന്താ ഫാസിസ്റ്റുകൾക്ക് ശക്തി? ഫാസിസ്റ്റുകളെ ഭരിക്കുന്നത് ആരാണ്? ബ്രാഹ്മൺസ്, നമ്പൂതിരിമാരാണ്. അവരെ സംഘടിപ്പിക്കുന്നത്, അവരെ ഭരിക്കുന്നത് ബ്രാഹ്മൺസ്മാരാണ്. മുസ്ലിങ്ങളുടെ ചരിത്രം അറിയാം നിങ്ങൾക്ക്. നമ്മളെ കുദുരോലിയുടെ ചരിത്രം അറിയാം. മുസ്ലിങ്ങൾക്ക് എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ വന്നിട്ടെന്ന്. റസൂലിന്റെ കാലത്ത് തന്നെ ഈ കുദുരോലി എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളം അങ്ങ് ഭട്കൽ വരെയുള്ള സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു റസൂലിന്റെ കാലശേഷം. അതായത് നമ്മളെ ഖുർആനിൽ ഖമർ എന്ന് പറഞ്ഞിട്ട് ഒരായത്തുണ്ട്. സൂര്യൻ ചന്ദ്രൻ രണ്ട് പിളർപ്പായിരിക്കുന്ന സംഭവം ഖുർആനിൽ അത് പറയുന്നുണ്ട്. മക്കത്തുള്ളതായിരിക്കുന്ന ചില ആളുകൾ റസൂലിനോട് വന്നിട്ട് പറഞ്ഞു, ഇവരെല്ലാം ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറുണ്ട് നബിയെ, നിങ്ങൾ എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം അവർക്ക് കാട്ടിച്ചു കൊടുക്കണം. അവിടെ ചന്ദ്രനെ രണ്ട് പിളർത്തി രണ്ട് പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുന്നതാക്കി കാട്ടിച്ചു കൊടുത്തു. ആ കാട്ടിച്ചു കൊടുത്തത് അന്ന് രാജാവ്, നമ്മളെ കേരളത്തിലുള്ള രാജാവ് ചെയർമാൻ പെരുമാൾ, അദ്ദേഹം രാത്രി നടക്കാൻ തുടങ്ങിയപ്പോൾ ആ ചന്ദ്രൻ പിളർന്നത് അദ്ദേഹം കാണാൻ സാധിച്ചു. അതിനു മുമ്പേ റസൂലിനെ കാട്ടി 300 വർഷങ്ങൾക്ക് മുമ്പേ ഈ ഇന്ത്യയുടെ കരാവളി പ്രദേശത്ത്, ഈ കേരളത്തിന്റെയും മംഗലാപുരത്തിന്റെയും കരാവളി പ്രദേശത്ത് അറബികൾ കച്ചവടത്തിന് വരുമായിരുന്നു. അന്ന് അറബികൾ ഉണ്ടായിരുന്നു ചെയർമാൻ പെരുമാളിന്റെ രാജ്യത്ത്. അവരെ കണ്ടന്വേഷിച്ചു, എന്താണ് ചന്ദ്രൻ ഇങ്ങനെ പിളർന്നത്? അപ്പം അവർ പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്തൊരു പ്രവാചകനുണ്ട്, മുഹമ്മദ് എന്ന പേരാണ്, അദ്ദേഹത്തിന് വേദഗ്രന്ഥം അവതരിച്ചിട്ടുണ്ട്, അദ്ദേഹം അത് കാട്ടിയതാണ്, അദ്ദേഹം ജനങ്ങൾക്ക് അദ്ദേഹം പ്രവാചകനാണെന്നിലേക്ക് ദൃഷ്ടാന്തം കാട്ടിയതാണ്. അപ്പം ചെയർമാൻ പെരുമാൾ പറഞ്ഞു, എനിക്ക് മുഹമ്മദിനെ കാണണം, നിങ്ങളെ കൂടെ വരുന്നു ഞാൻ. അവർ യാത്രയാകുമ്പോൾ അവരെ കൂടെ പോയി. അങ്ങനെ തിരിച്ചു വരുന്ന അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ച്. അദ്ദേഹം കുറച്ച് ആളുകളും കേരളത്തിലേക്ക് വരികയാണ്. ആ വരുന്ന സമയത്ത് അദ്ദേഹം സലാലയിൽ വെച്ച് മരണപ്പെട്ടു. ബാക്കിയുള്ള ആൾ വരുമ്പോൾ അവർക്ക് ലെറ്റർ കൊടുത്തു. ആ ലെറ്ററുമായിട്ടാണ് വരുന്നത്. ആ കൂട്ടത്തിൽ 9 ആളുണ്ടായിരുന്നു, 12 ആളുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതിലെ 7 ആളും കേരളത്താണ്, 2 ആള് മംഗലാപുരം ഈ പ്രദേശത്തിലാണ് മരണപ്പെട്ടിട്ടുള്ളത്. അവരെ കണ്ടപ്പോൾ അവർ സുന്ദരന്മാരായിരുന്നു. ഇവിടെയുള്ള ബ്രാഹ്മണന്മാരെ അവർക്ക് ഇസ്ലാമിനെ അവർക്ക് അവരെ കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തു. അവർക്ക് കുട്ടികളുണ്ടായി. പക്ഷെ ആരാധനയിൽ വ്യത്യാസമുണ്ടായി. അവരുടെ കുടുംബം ആരെ ബ്രാഹ്മൺസിന്റെ പുരയിന്നാണോ അറബി വിവാഹം കഴിച്ചിട്ടുള്ളത്, ആ വീട്ടുകാരല്ല ഇസ്ലാമാകേണ്ടി വന്നു. പിന്നെ അപ്പൊ ഖുർആൻ ഭയങ്കര ആകർഷണമുണ്ടായി. അങ്ങനെയാണ് ചില ആളെല്ലാം ചോദിക്കുന്നില്ലേ, മുസ്ലിങ്ങളെല്ലാം വെളുത്തിട്ട് ബാക്കിയുള്ളവരെല്ലാം കറുത്തിട്ട് എങ്ങനെയാണ് നിങ്ങൾ മുസ്ലിങ്ങളെ ഇങ്ങനെ വെളുക്കാൻ കാരണം? ബ്രാഹ്മണസിനെയാണ് അവർ കല്യാണം കഴിച്ചത്. അറബികളാണെങ്കിൽ സ്വയമേവമായിട്ടും അങ്ങനെയാണ്. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചു. ഖുർആന് എന്ന് പറയുന്നത് എല്ലാവരും ക്രിസ്ത്യാനികളായിരുന്നെങ്കിൽ അവരെ ബഹുദൈവ ആരാധനയുമായിട്ട് അവരെ യോജിച്ചു പോകും. മുസ്ലിങ്ങളാണെങ്കിൽ ബഹുദൈവ ആരാധനയായിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല അവരെ ഖുർആനാണെങ്കിൽ ആകർഷിക്കപ്പെടുന്നു, അവരെ ആചാരങ്ങൾക്ക് എതിരായിട്ട് വരുന്നു. അങ്ങനെയാണ് മുസ്ലിങ്ങളെ ഇവിടെ ഇല്ലാതാക്കണം എന്ന് പറയുന്നത്. അങ്ങനെ വന്നതാണ്, ആ കാലഘട്ടത്തിൽ വന്നതാണ് ഈ മുസ്ലിങ്ങൾ. അപ്പൊ ഈ കരാവളി പ്രദേശത്തുള്ള മുസ്ലിങ്ങൾക്ക് വലിയ ചരിത്രമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ചെയർമാൻ പെരുമാള് ചന്ദ്രനെ പിളർന്നിട്ട് കാട്ടിയതെന്ന് പറഞ്ഞത് ഇവിടെയുള്ള ചരിത്രമല്ല, ലണ്ടനിൽ ഇന്ത്യയുടെ ചരിത്രം സൂക്ഷിക്കുന്നുണ്ട്. ലണ്ടനിൽ എഴുതി വെച്ച റിക്കാർഡിൽ
കേരളത്തിലെ രാജാവ് ചന്ദ്രൻ പിളർന്നതായിട്ട് കണ്ടിട്ടുണ്ടെന്ന് രേഖപ്പെടുത്തി വെച്ച രേഖയുണ്ട് അവിടെ. ലണ്ടൻ മ്യൂസിയത്തിൽ ആ രേഖ ഇന്നും സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ അവിടെയുമുണ്ട് ആ അത്ഭുതം കണ്ടിട്ട്. ഈ ഖുർആൻ കണ്ടവരെല്ലാം സ്വീകരിക്കുകയാണ്. ആരെല്ലാം ഈ ഖുർആനിനെ എതിർത്തിട്ടുണ്ടോ അവരെല്ലാം പിന്നീട് സ്വീകരിക്കുകയാണ്. അതുപോലെ നെതർലാൻഡിലെ ജോറൻ വെൻ കൽവറിൻ എന്ന് പറയുന്ന ഒരു MP, അദ്ദേഹം ഖുർആനിനെ കത്തിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്ത മനുഷ്യൻ, ഖുർആനിനെ കുറിച്ചിട്ട് ഗ്രന്ഥം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഖുർആനിൽ അയാൾ ആകർഷണായി. അയാൾ 15 കൊല്ലക്കാലം ഖുർആനിനെ എതിർത്ത മനുഷ്യൻ 16ാമത്തെ വയസ്സിൽ ഇസ്ലാം മതം സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് ഫേസ്ബുക്കിലല്ല അയാളെ കുറിച്ച് അന്വേഷിച്ച അയാളെ ചരിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡേവിഡ് മൂസ എന്ന് പറയുന്ന ആളെ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാള് ഗഗനശാസ്ത്രജ്ഞനാണ്. ആദ്യത്തില് അമേരിക്കയിൽ നിന്ന് ആകാശത്തിലേക്ക്, ബഹിരാകാശത്തിലേക്ക്, ചന്ദ്രനിലേക്ക് യാത്ര ചെയ്ത 4 ആളുകളുണ്ടല്ലോ, അതിലൊരാളാണ്. അയാൾ ചന്ദ്രനിൽ ഇറങ്ങി. ചന്ദ്രൻ 2 പിളർപ്പായിട്ടുണ്ടല്ലോ, ആ പിളർപ്പിന്റെ അതിര് രണ്ടാമത് കൂട്ടി അടക്കിയപ്പോൾ ഒരു പിളർപ്പ് പോലെ ഒരു 2 നൂലിന്റെ വ്യത്യാസത്തിലാണ് അത് അടങ്ങിച്ചേർന്നിട്ടുള്ളത്. ഇങ്ങനെ ചന്ദ്രന്റെ ഒരു മുഴുവനായിട്ട് ഒരു പൊട്ട് പോലെ കാണാൻ സാധിക്കും. അദ്ദേഹം പിന്നെയും ഖുർആനിനെ പഠിച്ചു. എന്ന ആയത്തിനെ കുറിച്ചു ഗവേഷണം ചെയ്തു. അദ്ദേഹം ബഹിരാകാശത്ത് നിന്ന് വന്നിട്ട് 1.5 വർഷം കഴിഞ്ഞതിന് ശേഷം ഇസ്ലാം മതം സ്വീകരിച്ചു. ഒരേ ആയത്ത് മാത്രം അയാൾക്ക് ഇസ്ലാമിലേക്ക് നയിച്ചു. ഒരു വലിയ മനുഷ്യശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. സൂറത്തിലുള്ള അലക്ക് എന്നുള്ള പദത്തിനെ കുറിച്ച് പഠിച്ചു. അലക്ക് എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്നത് എന്നുള്ളതാണ് അറബി ഭാഷയിൽ. ആ അലക്ക് എന്നുള്ള പദം ഗർഭാശയത്തിൽ മാത്രം ഒട്ടിപ്പിടിക്കുന്ന അതിന് മാത്രമേ പറയുള്ളൂ. വേറെ ഏടിയും അങ്ങനെ അലക്ക് എന്നുള്ള ശബ്ദം ഉപയോഗിക്കൂല. ആ ശബ്ദത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ആ മനുഷ്യശാസ്ത്രജ്ഞൻ ഇസ്ലാം മതം സ്വീകരിച്ചു. എന്താ കാരണം? അത് തന്നെയാണ് ഇസ്ലാമിനെ എതിർക്കാനുള്ള കാരണം. ഫെമിനിസം ഇസ്ലാമെ ഒരു പേടിപ്പെടുത്തുന്നതാണ് എന്നുള്ള ഫെമിനിസം ആരാണ് കൊണ്ടുവന്നത്? ഓറിയന്റലിസ്റ്റുകൾ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പുരുഷന്റെ ആൾക്കാരാണ് ഫെമിനിസം കൊണ്ടുവന്നത്. ഇസ്ലാമിക് ഫെമിനിസം എന്ന് കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാം? ഇസ്ലാമിനെ എല്ലാം ഡേഞ്ചറായിട്ട് കാട്ടിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ഇന്ന് യൂറോപ്പിന് വലിയ തീരാമലയായിട്ട് വലിയൊരു വിഷാദമായിട്ട് മാറിയിരിക്കുകയാണ്. യൂറോപ്പിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇസ്ലാം മതത്തിലേക്ക് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. UK മാത്രം 1000കണക്കിന് ചർച്ചുകൾ മുസ്ലിങ്ങൾ വിലക്കെടുത്തു കഴിഞ്ഞു. അവർ ചർച്ചിൽ ആരാധിക്കാൻ പോകാൻ ആളുകളില്ല. യൂറോപ്യൻ നാടുകളിൽ ഏറ്റവും ആകർഷിക്കപ്പെടുന്നത് പരിശുദ്ധ ഖുർആനാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മറ്റ് ജാതിക്കാരിലിട്ട് ആരെല്ലാം ഖുർആൻ വായിക്കുന്നുണ്ടോ 100 ആള് വായിച്ച 75 ആൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അതാണ് ഇവിടുത്തെ ഫാസിസ്റ്റുകൾക്ക് നമ്മളെ നിർമൂലനം ചെയ്യാൻ, ഇവിടുത്തെ മുസ്ലിങ്ങളെ അടിച്ചമർത്താൻ, അവരെ പള്ളികൾ നശിപ്പിക്കാൻ, അവരെ ആരാധനകൾ നശിപ്പിക്കാൻ, അവരെ ഭക്ഷണങ്ങൾ തടയുവാൻ, അവരെ വസ്ത്രങ്ങൾ തടയുവാൻ അവർ കണിഞ്ഞ് ശ്രമിക്കുന്നത് ഈ ഖുർആൻ നമ്മളെ കയ്യിലുണ്ട് കൊണ്ടാണ്. പക്ഷെ നമ്മൾക്കറിയില്ല ഈ ഖുർആൻ ഇത്രയും അത്ഭുതമുള്ളതാണോ എന്നുള്ളത്, ഈ ഖുർആൻ ഇത്രയും മഹത്വമുള്ളതാണോ എന്നുള്ളത്. നമ്മളതിങ്ങനെ ഓതും, കുറെ പാടും, കുറെ പഠിക്കും. സ്കൂളിലാണെങ്കിൽ ലോൺ എടുത്തിട്ട് കുട്ടികളെ പഠിപ്പിക്കും. ഖുർആൻ നിങ്ങളെ കുട്ടികളെല്ലാം പഠിച്ചിട്ടുണ്ടോ? എത്ര ഓതാൻ സാധിക്കും എൻ്റെ മകനിക്ക് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ? മദ്രസയിൽ നിന്ന് വന്ന ഒരു കുട്ടിനോട് ഏത് മോനെ എനിക്ക് ഏത് സബ്ജക്ട് വീക്കുള്ളത് അവനിക്ക് ട്യൂഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഈ സ്കൂളിൽ ഒരു സബ്ജക്റ്റിന് വീക്ക് ആണെങ്കിൽ 1000 രൂപ 2000 രൂപ ഫീസ് കൊടുത്തിട്ട് എനിക്ക് ട്യൂഷൻ ഏർപ്പെടുത്തും. ഖുർആനിൽ വീക്ക് ഉണ്ടെങ്കിൽ ചെയ്യാറുണ്ടോ? നമ്മൾ ഖുർആനുമായിട്ടുള്ള ബന്ധം അളക്കാൻ ഈ ഒരു പോയിന്റ് മതി നമുക്ക്. ഖുർആനിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയാണ്. ഖുർആൻ നമ്മളോട് നെഞ്ചോട് പൂർത്തി പിടിക്കണം. നമ്മൾക്ക് നിന്യതയുണ്ടാക്കണ്ടേ? മഹാനായിരിക്കുന്ന ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പലസ്തീനിലേക്ക് പോവുകയാണ്. പലസ്തീൻ കീഴടക്കി മുസ്ലിങ്ങൾ.
ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ് ആദ്യത്തെ പലസ്തീൻ കീഴടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഫാദരിമാർ പറഞ്ഞു, പലസ്തീൻ്റെ താക്കോല് ഖലീഫ വന്നാലേ ഞങ്ങൾ തരൂ. അപ്പൊ ഖലീഫക്ക് ലെറ്റർ എഴുതി വിളിപ്പിച്ചു. ഖലീഫയും ഖലീഫന്റെ ഒരു പണിക്കാരൻ ഒന്നിച്ചാ പോകുന്നു. കുറേ നേരം ഖലീഫ കുതിരയിലിരിക്കും, പിന്നെ കുതിരനെ നയിക്കാൻ വേണ്ടി ഒട്ടകത്തിലിരിക്കും, പിന്നെ ഖലീഫ നടക്കും, പിന്നെ പണിക്കാരൻ നയിക്കും, ഖലീഫ ഇരിക്കും. ഫലസ്തീനിൽ എത്താൻ ഒരു 50 കിലോമീറ്റർ ഇപ്പം നിൽക്കുമ്പോൾ അവിടെ കുറച്ച് സഹാബികൾ കൂടി നിൽക്കുന്നു. അവിടെ അവർ കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഇറങ്ങി. എന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? ഖലീഫ, അവരെല്ലാം നല്ല നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്, നല്ല നല്ല കമ്മീസുകൾ ഇട്ടിട്ടുണ്ട്, നല്ല നല്ല സ്റ്റൈലുള്ള രീതിയിലെല്ലാം അവരുണ്ട്. നിങ്ങളെ വസ്ത്രം കുറേ കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ. ഈ 10-22 കഷ്ണം വെച്ച കുപ്പവുമായിട്ട് കാണുമ്പോൾ അവരെ നമ്മളെ ഖലീഫനെ ഒരു വില മതിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു കമ്മീസ് തന്നെ വെച്ചിട്ടുണ്ട്, അവരുടെ മുമ്പിൽ ഹാജരാകുമ്പോൾ ധരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ മുഖം ചോന്നു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ മക്കയിൽ പിന്നെ മദീനയിൽ ഒരു ആട്ടിന്റെ തല കിട്ടിയാൽ അതിന് പരസ്പരം അടികൂടുന്ന് പറയുന്നു, എനക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. നമ്മളെ അല്ലാഹു ഇസ്ലാം, നമ്മളെ ഇസ്ലാം കൊണ്ടിട്ട് ഖുർആൻ കൊണ്ടിട്ട് നമ്മളെ അല്ലാഹു മാത്രമാക്കി. ഈ പലസ്തീന് വരെ നമ്മളെ ഭരണം വന്നു. നിങ്ങൾ ആരെങ്കിലും ഈ ഇസ്ലാം അല്ലാത്ത, ഈ ഖുർആൻ അല്ലാത്ത മറ്റേതെങ്കിലും വസ്തു കൊണ്ടാണ് എന്റെ ഇസ്സത്ത് നിലനിൽക്കുന്നത് എന്ന് വിചാരിച്ചാൽ അല്ലാഹു നിങ്ങളെ അല്ലാഹു നിന്യനാക്കും, നിങ്ങളെ അല്ലാഹു മോശമാക്കും, നിങ്ങളെ അല്ലാഹു ഒന്നിനും കൊള്ളാത്തവരാക്കും. ആ അവസ്ഥയല്ല നമുക്ക് ഇന്ന് അനുഭവപ്പെടുന്നത്. നമ്മൾ മുസ്ലിങ്ങളാണ്, ഖുർആൻ പഠിപ്പിക്കുന്നു, പള്ളികളുണ്ട്, ആരാധനകളുണ്ട്. ഖുർആൻ നമുക്കില്ല. വലിയ വലിയ വീടുകളുണ്ട്, വലിയ വലിയ കൊട്ടാരങ്ങളുണ്ട്, വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ മുസ്ലിങ്ങൾ ഇവിടുന്ന് വിട്ടുപോകണമെന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ പറയുന്നതനുസരിച്ച്, നമ്മൾ പറയുന്നത് ഭക്ഷിച്ച്, നമ്മൾ പറയുന്നത് പോലെ നമ്മൾ ഇവിടെ ജീവിക്കണം. കാരണം എന്താണ്? ഖുർആൻ നമ്മൾ നകന്നുപോയി. ഖുർആൻ പേജുകളിൽ മാത്രം, ഹൃദയങ്ങളിലില്ല. ഖുർആൻ അക്ഷരങ്ങളിൽ മാത്രം, ആദർശത്തിലില്ല. ഖുർആൻ വായിക്കാൻ മാത്രം, അത് പ്രാവർത്തികമാക്കുന്നില്ല. നമ്മളെ പള്ളികള്, നമ്മളെ മദ്രസകള്, നമ്മളെ വീടുകള്, നമ്മളെ കച്ചവട സ്ഥാപനങ്ങള്, നമ്മളെ നാട്, ഇവിടെ ഒന്നും ഖുർആനിന്റെ ആശയം നമ്മൾ പ്രചരിപ്പിക്കുന്നില്ല. നമ്മൾക്ക് അല്ലാഹു നിന്നരാക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ്, ഒരു കാലത്ത് എൻ്റെ ഉമ്മത്തികളെ ഭക്ഷണ തളികയിലേക്ക് ജനങ്ങൾ വരുന്നത് വരെ ഒരു 2-3-4 ദിവസം ഭക്ഷണം കഴിച്ചില്ല. അവർക്ക് കുറച്ച് ഭക്ഷണ കൂമ്പാരം കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ജനങ്ങൾ എന്ത് ചെയ്യും? ഭക്ഷണത്തിന് വേണ്ടി അടികൊടും. അതുപോലെ നിങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരും. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ച്, അന്ന് ഞങ്ങൾ കുറവായിരിക്കുമോ നബിയെ? അല്ല, അത് നിങ്ങൾ ധാരാളം ഉണ്ടാകും. മഴവെള്ളത്തിൽ ഒഴിച്ചു വരുന്ന ചണ്ടികളെ പോലെ ആയിരിക്കും. നിങ്ങൾക്കൊരു ഇജ്ജത്തും ഉണ്ടാവില്ല, ഒരു മര്യാദയും ഉണ്ടാവില്ല. പശുവിനെ കൊണ്ടുവന്നു എന്നറിഞ്ഞ് നിങ്ങളെ സഹോദരനെ അല്ലേ കൊന്നത് മിഞ്ഞാന്ന്? നിങ്ങൾക്ക് ചോദിക്കാൻ കഴിഞ്ഞോ? ആരെങ്കിലും ചോദിക്കുന്നവരുണ്ടോ? മാംസം കൊണ്ടുപോകുമ്പോ റെയിൽ മാംസവുമായിട്ട് സഞ്ചരിക്കുന്ന ഒരു ഹാഫദിനല്ലേ അടിച്ചു കൊന്നത്? ചോദിക്കാൻ ആളുണ്ടോ? ചോദിക്കുന്നവരുണ്ടോ? എന്താ കാരണം? ഈ ഖുർആൻ മുസാഫിൽ മാത്രമേ ഉള്ളൂ, അത് പാരായണം ചെയ്യുന്നതേ ഉള്ളൂ, നമ്മളെ ജീവിതത്തിലില്ല. നമ്മൾ ഖുർആനിലേക്ക് മടങ്ങി വരണം സഹോദരന്മാരെ. ഖുർആൻ അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ഖുർആൻ ആയിരിക്കണം നമ്മളുടെ ഏറ്റവും വലിയ സ്നേഹമുള്ള വസ്തു, ഏറ്റവും നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന വസ്തു. നമ്മളെ ഭാര്യനെ ഖുർആനെ പോലെ ജീവിപ്പിക്കണം, നമ്മളെ മക്കളെ ഖുർആനിനെ പോലെ ജീവിക്കണം, നമ്മൾ ഖുർആനുമായിട്ട് ജീവിപ്പിക്കണം. നമ്മളെ ബിസിനസ് സ്ഥാപനങ്ങൾ ഖുർആനായിരിക്കണം. ഞങ്ങളെ പള്ളിയിലേക്ക് ഒരു കളക്ഷന് പോയി, അങ്ങനെ കൂളൂരടയ്ക്ക് ഇരുമ്പ് ബുക്കുന്ന വലിയൊരു സ്ഥാപനത്തിലേക്ക് പോയി. ഞങ്ങളവിടെ പോകുമ്പോൾ ആ 2 മുതലാളിമാർ ഖുർആൻ ഓതുകയാണ്, ഖുർആൻ എടുത്ത് വെച്ച് ഖുർആൻ വായിക്കുകയാണ്. ഇപ്പം അടുത്ത 2-3 ദിവസം മുമ്പ് ഖുർആനുമായിട്ടുള്ള ബന്ധം ഞങ്ങളെ കണ്ട് സലാം ചൊല്ലി, നിങ്ങൾ നിസ്കരിച്ചോ എന്ന് പറഞ്ഞു. സുഖം സന്തോഷം ചോദിച്ചു.
കച്ചവടമെല്ലാം വളരെ കുറവാണ്, ഞങ്ങൾക്ക് കുറച്ച് പൈസ തന്നു ഞങ്ങളെ പള്ളിയിലേക്ക് വേണ്ടിയിട്ട്, എന്നെ ബുദ്ധിമുട്ടുമ്പോൾ വരിയെന്ന് പറഞ്ഞു. നമ്മൾ ആരാ സഹോദരന്മാരെ ഖുർആനിനെ അങ്ങനെ നെഞ്ചോട് പിടിക്കുന്നവരുള്ളത്? ഖുർആനിനെ നമ്മൾ അനുസരിക്കുന്നു. ഈ ഖുർആനിന് വേണ്ടി എന്ത് ത്യാഗമാണ് നമ്മുടെ മുൻഗാമികൾ ചെയ്തതെന്നറിയോ? എത്ര ത്യാഗമാണ് ചെയ്തത് എന്നറിയോ? മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹദ് യുദ്ധത്തിൽ ആദ്യം വിജയമായിരുന്നെങ്കിലും പിന്നീട് പരാജയമായിരുന്നു. റസൂലിന്റെ മേലെ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വന്നു. റസൂലിന്റെ മേലെ അമ്പെയ്യാൻ തുടങ്ങി, വാളെറിയാൻ തുടങ്ങി. ആ അവസരത്തിൽ 2 സഹാബികൾ റസൂലിന്റെ കാവലായിട്ട് നിന്നു. അവരുടെ മേലേക്ക് 60ഉം 80ഉം അമ്പുകൾ തറച്ചിട്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചില്ല. അവരെ നബിയെ, നിങ്ങളുടെ നെഞ്ഞിന് നേരെ എന്റെ നെഹറുണ്ട്, എന്റെ നെഹറിൽ തറച്ചിട്ട് നിങ്ങളുടെ നെഞ്ഞിലേക്ക് അമ്പ് തറക്കുകയുള്ളൂ എന്ന് സഹാബികൾ പറഞ്ഞു. എന്തിനാണെന്നറിയോ? അവർ വിചാരിച്ചത്, ഞാൻ മരിച്ചാൽ ഒരു മനുഷ്യൻ, പ്രവാചകൻ മരിച്ചു പോയാൽ ഒരു പ്രവാചകനാണ് നഷ്ടപ്പെടുന്നത്. പിന്നെ ഈ ഖുർആനിനെ പ്രബോധനം ചെയ്യാൻ പ്രവാചകൻ ഇല്ലാവൂല. ആ പ്രവാചകനെ സംരക്ഷിക്കണം, അതാണ് വേണ്ടത്. ആ സംരക്ഷണം ഇന്നെടുത്തു പോയി സഹോദരന്മാരെ. ആ സ്നേഹം, ആ ഖുർആനിനോട്, ആ ഇസ്ലാമിനോടുള്ള സ്നേഹം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ നിന്നറായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലും. ആ ഇസ്സത്ത് നമ്മൾക്ക് വീണ്ടെടുക്കണോ? നിങ്ങളോട് ഞാൻ ഒരു ഉപദേശമായി പറയുന്നു, നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങും. ഖുർആൻ പാരായണം ചെയ്യുന്നവരാകും. ഖുർആൻ മനസ്സിലാക്കി ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നവരാകും. ഒരു ദിവസം 2-3 സഹാബികള് ആയിഷ ബീവിന്റെ അടുക്കെ വന്നു റസൂലുള്ളാഹിന്റെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം എന്താണ് നബിയിൽ നിന്നെന്ന് ചോദിക്കാൻ വേണ്ടി കുറച്ച് സഹാബികൾ വന്നു. പറഞ്ഞു, മക്കളെ, നബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം അത്ഭുതമാണ്, എല്ലാം ചിന്തിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് എൻ്റെ കൂടെ വന്നു, എന്നോട് സംസാരിച്ചു എന്നിട്ട് പറഞ്ഞു, ആയിഷ, എനിക്ക് അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കണം, എന്നെ ഒഴിവാക്കണം. അങ്ങനെ ഞാൻ തിരിഞ്ഞ് കിടക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയും ചെയ്തു. എന്നിട്ട് കരയാൻ തുടങ്ങി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ കരഞ്ഞ് നബിന്റെ കണ്ണുനീര് വീണിട്ട് ഞാൻ കിടക്കുന്ന ജാഗയെല്ലാം നനഞ്ഞു പോയി, കുളിർന്നു പോയി. പിന്നീട് നബി സലാം വേണ്ടി എന്നിട്ട് നിന്നു. എന്നിട്ട് കുറച്ച് ഖുർആൻ ഓതി. എന്നിട്ട് നബി കരഞ്ഞു. കരഞ്ഞ് നബിന്റെ താടിയിൽ കൂടി കണ്ണുനീരൂറ്റി എന്റെ മുഖത്തേക്ക് വരെ വീണു. അത് അങ്ങനെ കരഞ്ഞു. മഹാനായിരിക്കുന്ന ബിലാൽ ഇബ്നു മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു വരുമ്പോൾ റസൂൽ കരയുകയാണ്. റസൂലെ, ഞാൻ വാങ്ങി വിളിക്കട്ടെയോ? യാ റസൂലല്ലാഹ് അതാദനി, ഞാൻ വാങ്ങി വിളിക്കട്ടെയോ? റസൂൽ കരയുകയാണ്. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് ബിലാല്, എന്തിനാണ് റസൂലെ? നിങ്ങൾക്ക് മുൻകഴിഞ്ഞ ദോഷം അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്, എന്നെ വരാൻ പോകുന്ന ദേശം അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് രാത്രി? അപ്പോൾ പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ ശുക്ർ ചെയ്യേണ്ട ഒരു അടിമയാവണ്ടേ? ഇനി ഞാൻ ഒരു നന്ദി ചെയ്യുന്ന അടിമയാകണ്ടേ? ബിലാലെ, എനിക്ക് ഇന്നലെ രാത്രി ഒരു ഖുർആൻ ആയത്തുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ ഇഖ്തിലാഫിൽ ലൈലി വന്നാരി ലആയാതിൻ ലിഉലിൽ അബ്സാർ എന്ന് പറയുന്ന ആയത്തിന്റെ കൂട്ടം ആലയന്മാറിന്റെ അവസാനത്തെ വാക്കുകൾ. അതിറങ്ങിയപ്പോൾ എനിക്ക് പിന്നെ ആയത്തിനെ ഓതി ചിന്തിച്ച് കരയാനല്ലാതെ എന്ത് കയ്യും ബിലാലെ ചെയ്യാൻ? ഞാൻ ആയത്തിറങ്ങിയതിന്റെ മുകളിൽ കരഞ്ഞതാണ്. കരഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കണ്ണുനീര് പറ്റിപ്പോകുമോ എന്ന് ഞാൻ പേടിച്ചിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. ഈ ഖുർആനിന് വേണ്ടി റസൂൽ സഹിച്ച ത്യാഗങ്ങൾ എത്ര മഹത്തായതാണ് സഹോദരന്മാരെ. മഹാനായിരിക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ഹറാം, അദ്ദേഹം വഹദ് യുദ്ധം നടക്കുകയാണ്. വഹദ് യുദ്ധം നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വഹദ് യുദ്ധത്തിൽ, അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടില്ല. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അംർ ഇബ്നുൽ ഹറാം, അയാൾക്ക് ഒരു കാല് കുടത്താണ്. പക്ഷെ എനിക്ക്
യുദ്ധത്തിൽ പങ്കെടുക്കണം നബി. അദ്ദേഹത്തിന്റെ കുടുംബമല്ല പറഞ്ഞു നിങ്ങൾ യുദ്ധത്തിന് പോകണ്ട, എനക്ക് പോകണം നബി, എനക്ക് യുദ്ധത്തിന് വരണം. മോനും ഉപ്പാവും വന്നു, യുദ്ധത്തിന് വന്നു. യുദ്ധത്തിൽ ഷഹീദായി അദ്ദേഹത്തിന്റെ കൈകാലുകളെല്ലാം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. സഹാബികൾ പറഞ്ഞു, യാ ജാബിർ, നീ വാപ്പാനെ കാണാൻ പോകണ്ട ജാബിറെ, വാപ്പാനെ കണ്ട എനിക്ക് സഹി വരില്ല, കരിയും. അള്ളാഹുവിന്റെ റസൂല് അവിടെ എത്തി. എന്നിട്ട് അത് നോക്കിയിട്ട് റസൂല് പറഞ്ഞു, യാ ജാബിർ അതബിക്ക് ഔല അതബിക്ക്, നിങ്ങൾക്ക് കരയാതിരിക്കാം, നിന്റെ വാപ്പാനെ നിന്നെ നോക്കാം. എന്നിട്ട് പറഞ്ഞു, യാ ജാബിർ അതബിക്ക് മാസുലത്തുൽ മലായികത്തു, നിന്റെ മലക്കുകൾ ഇതാ നിന്റെ വാപ്പാക്ക് തണലിലിട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് കരയാതിരിക്കാം. എങ്കിലും നിന്റെ വാപ്പാനോട് അള്ളാഹു നേർക്ക് നേരെ സംസാരിച്ചിട്ടുണ്ട്. കരയുമ്പോ അദ്ദേഹം പറഞ്ഞു, ഹേ അള്ളാഹുവേ, ഞാനിതാ എന്റെ ചോര നിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുന്നു, നീ എനക്ക് സ്വീകരിക്കണം ഉറപ്പേ, നീ എനക്ക്. എന്നിട്ട് ചോദിച്ചു അദ്ദേഹത്തിനോട്, നിനക്കെന്താണ് വേണ്ടത് എന്ന് അള്ളാഹു അദ്ദേഹത്തോട് നേർക്ക് നേരെ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവേ, എന്നെ ഭൂമിയിലേക്ക് ഒന്നും കൂടെ നീ മടക്കണം, എന്റെ റസൂലിന്റെ കൂടെ എനിക്ക് രണ്ടാമത് യുദ്ധം ചെയ്യണം. അപ്പൊ അള്ളാഹു പറഞ്ഞു, ഒരാള് മരണപ്പെട്ടതിന്റെ ശേഷം അയാളെ ഭൂമിയിലേക്ക് മടക്കാൻ പാടില്ല എന്ന് എന്റെ അസലിയായിരിക്കുന്ന നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിന്നെ മടക്കാൻ കഴിയില്ല. എന്താ നിനക്ക് വേണ്ടത്? അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇർദീനി യാ റബ്ബി, റബ്ബി എന്നെ നീ തൃപ്തിപ്പെടണം അല്ലാഹുവേ, ഇർദീനി യാ റബ്ബി ഇന്നീ തർദക, ഞാൻ നിന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, ഞാൻ നിന്നെ വേണ്ടുവോളം തൃപ്തിപ്പെട്ടിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരിക്കലും വെറുക്കുകയില്ല, ഞാൻ നിന്നെ ഒരിക്കലും വെറുക്കല്ല അംർ, ഞാൻ നിന്നെ ഒരിക്കലും വെറുക്കല്ല, നീ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ജാബിർ അംറിനോട് അല്ലാഹു നേരിട്ട് സംസാരിച്ചു, ജാബിറെ അതബിക്കി ഔലാ തബിക്കി, നിങ്ങൾക്ക് കരയണമെങ്കിൽ കരയാതിരിക്കണമെങ്കിൽ കരയാതിരിക്കാം. നിന്റെ ബാപ്പാനോട് അല്ലാഹു നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്തിനാ സഹോദരന്മാരെ ഈ ജീവിതം, അവരുടെ ജീവിതം ഇതിന് വേണ്ടി ത്യാഗം ബലിയർപ്പിച്ചത്? ഈ ദീനുൽ ഇസ്ലാം, നമ്മുടെ കയ്യിലുള്ള ഈ വിശുദ്ധ ഖുർആൻ, അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ബലിയർപ്പിച്ചുണ്ടാക്കിയ, അവരുടെ രക്തം കൊടുത്ത് വളർത്തിയ ഈ ദീനുൽ ഇസ്ലാം, ഈ ഖുർആൻ, നമ്മൾ അതിൽ നകന്നുപോയി. നമ്മൾ ഏറ്റവും നിന്യതായി, നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ മറ്റു ജാതിക്കാർ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ വീട് കെട്ടിയ സ്ഥലത്ത് മറ്റു ജാതിക്കാർ വീട് കെട്ടാൻ താമസിക്കുന്നതല്ല. നമ്മൾക്ക് ഒരു വീട്, ഒരു കട വാടക വേണമെങ്കിൽ ഹിന്ദുക്കളാണെങ്കിൽ നമുക്ക് വാടക തരാൻ തയ്യാറില്ല. കാരണം എന്താ? നമ്മൾ അത്രയും നിന്ദ്യരാണ്, ഏറ്റവും ഇജ്ജത്തോടു കൂടി വന്നവരാണ്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വരുന്ന കാലത്ത് അവർക്ക് ആരാധിക്കാൻ സ്ഥലമുണ്ടായിരുന്നില്ല. അന്ന് പള്ളി കെട്ടാൻ വേണ്ടി അവർ ഫ്രീ ആയിട്ട് സ്ഥലം കൊടുത്തു, അവർക്ക് സ്കൂൾ കെട്ടാൻ സ്ഥലം കൊടുത്തു, അവരുടെ പെൺമക്കളെ അവർക്ക് വിവാഹം വെച്ചു കൊടുത്തു, അവരുടെ സംസ്കൃതി നോക്കിയിട്ട്. അതേ ആളുടെ തലമുറ കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ഇസ്ലാം വിട്ടു പോകണം, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം, നിങ്ങൾ ഇന്ത്യ വിട്ടു പോകണം, നിങ്ങൾ ഞങ്ങൾ പറയുന്നതനുസരിച്ച് ഭക്ഷണം കഴിക്കണം, നിങ്ങൾ ഞങ്ങൾ പറയുന്നതനുസരിച്ച് വസ്ത്രം ധരിക്കണം. എന്താ കാരണം? നമ്മൾ ഈ ഖുർആൻ നകത്തുപോയി. ഈ ഖുർആൻ നമ്മൾ കൈവിട്ട് പാരായണത്തിന് മാത്രം, നമ്മളെ പെട്ടികളിൽ സൂക്ഷിക്കുന്ന, നമ്മളെ പള്ളികളിൽ സൂക്ഷിക്കുന്ന ഗ്രന്ഥമായിട്ട് മാത്രം മാറി. ഖുർആൻ നമ്മളെ ജീവിക്കുന്ന ഒരു ഹോബിയായി മാറണം സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നല്ല ആളുകളെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയ തെറ്റുകൾ നീ പുറത്ത് മാഫാക്കി തരണേ റബ്ബേ. ഞങ്ങളെ നീ സാലിഹീങ്ങളിൽ പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, ഈ റമളാനിൽ ധാരാളം ആളുകൾക്ക് നീ പാപമോചനം നൽകുന്നുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്കും നീ പാപമോചനം തരണേ റബ്ബേ. ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും ഞങ്ങളെ കുടുംബത്തിനും നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഖുർആനിന്റെ അർത്ഥവും അതിന്റെ ആദർശവും ഞങ്ങളെ ജീവിതത്തിൽ പകർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഖുർആനിന്റെ ആളുകളായിട്ട് മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ ഭരിക്കുന്ന ദുർമാർഗികളായിരിക്കുന്ന ഭരണാധികാരികളിലിട്ട് മുസ്ലിങ്ങളായിരിക്കുന്ന ഇന്ത്യക്കാരെ നീ സംരക്ഷിക്കണേ റബ്ബേ. ഞങ്ങളെ മേലില് ഞങ്ങളോട് സ്നേഹവും വാത്സ്യവുമില്ല ഭരണാധികാരികളെ അല്ലാഹുവേ നീ നിശ്ചയിച്ചു തരട്ടെ റബ്ബേ. ഞങ്ങളെ ഖുർആനിനെ നശിപ്പിക്കുന്ന, ഞങ്ങളുടെ ആദർശത്തെ നശിക്കുന്നത്
നശിപ്പിക്കുന്ന, ഞങ്ങളെ പള്ളികളെയും ഞങ്ങളെ മതസ്ഥകളെയും നശിപ്പിക്കുന്ന ദുർമാർഗികളായിരിക്കുന്ന ഭരണാധികാരികൾ എന്നിട്ട് അള്ളാഹുവേ, ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങൾ നീ സംരക്ഷിക്കണേ റബ്ബേ, നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ ഈമാനോട് കൂടെ മരിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ റബ്ബേ. ഞങ്ങളെ ഖബറിനെ നീ വിശാലമാക്കി തരണേ റബ്ബേ. ഞങ്ങളെ ഖബറിൽ പ്രകാശപൂരിതമാക്കി തരണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളെ നാളെ മഹ്ശറിൽ ധാരാളം ആളുകൾക്ക് നീ അർശിന്റെ കടലിട്ട് കൊടുക്കുന്നുണ്ട് റബ്ബേ. ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും ഞങ്ങളെ കുടുംബത്തിനും ഞങ്ങളെ മാതാപിതാക്കൾക്കും ആ അർശിന്റെ തള അനുഭവിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങളെ ഹിസാബ് എളുപ്പമാക്കി തരണേ റബ്ബേ. ലോകത്തുള്ള മുഴുവനും മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹുവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളെ മുഴുവനും അവരുടെ ഇടയിൽ ഞങ്ങളെ വിസ്തരിച്ച് ഞങ്ങളെ നീ ഫലീഹത്താക്കല്ല റബ്ബേ. ഞങ്ങളെ ഇസ്സത്ത് നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. ഹിസാബ് യസീറ, എളുപ്പമുള്ള ഹിസാബ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റബ്ബേ. ഭൂമിയിലും ഞങ്ങളെ ഇസ്സത്തോടു കൂടെ ജീവിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.